മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം ചാണക്യൻ രചിച്ചിട്ടുണ്ട്. ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെയാണ്. ആളുകൾ നിങ്ങളെ ആവശ്യത്തിന് മാത്രം ഓർക്കുമ്പോൾ വിഷമിക്കേണ്ട, അഭിമാനിക്കുക. കാരണം ഇരുട്ടുള്ളപ്പോൾ മാത്രമാണ് വിളക്കിനെക്കുറിച്ച് ഓർക്കുന്നത്. ബന്ധങ്ങൾ തകരാൻ പാടില്ല, എന്നാൽ വിലമതിപ്പില്ലാത്തിടത്ത് അവ നിലനിർത്താൻ പാടില്ല. കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അതൊക്കെയും നമുക്ക് നേരെയുള്ള ആയുധങ്ങളായി മാറും. പിൻവാങ്ങുവാൻ പോലും സാധ്യമാവാത്ത വിധം അത് നമ്മെ പൂർണ്ണമായും ദുർബലമാക്കും. സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവൻ്റെ നേരെ വെറുപ്പിൻ്റെ ചോലയും ആളിപ്പടരും. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്ന് മാത്രം മതി: ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്, ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടല്ല. കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇരുന്നാലും കാക്ക ഗരുഡനാകില്ല. ഭയം അരികിലെത്തുന്ന നിമിഷം തന്നെ അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. മറ്റൊരാളുടെ കുറ്റങ്ങൾ സദസ്സിൽ വിളമ്പുമ്പോൾ ഒന്നാലോചിക്കുക: നീയും എല്ലാം തികഞ്ഞവനല്ല എന്ന്. ശത്രുവിനോട് ക്ഷമിക്കാം, ഒറ്റുകാരനോട് ഒരിക്കലും ക്ഷമിക്കരുത്. ലോകത്തിൽ ബന്ധങ്ങൾ പലതരമാണ്. ഓരോന്നും നമുക്ക് ഏറ്റവും അമൂല്യവുമാണ്. അതിലേറ്റവും ശക്തവും ദൃഢവുമായ ബന്ധം സ്നേഹമാണ്. നോക്കൂ, വണ്ടുകൾ മരം തുരന്ന് വീടുണ്ടാക്കുന്നു. അത് താമരപ്പൂവിൻ്റെ എതിരുകൾക്കിടയിൽ ബന്ധിതനായിത്തീരുന്നു. കാരണം മറ്റൊന്നുമല്ല, പൂവിനോടുള്ള സ്നേഹം. നമ്മുടെ മിത്രമോ ശത്രുവായി ലോകത്തിലേക്കോ ആരും വരുന്നില്ല. നമ്മുടെ പെരുമാറ്റം, വാക്കുകൾ ആളുകളെ മിത്രമായും ശത്രുക്കളുമാക്കുന്നത്. ആസൂത്രണമില്ലാതെ പണം അമിതമായി ചെലവഴിക്കുന്ന ശക്തനായ എതിരാളിയെ പ്രകോപിപ്പിക്കുന്ന എല്ലാത്തരം സ്ത്രീകളുമായി ബന്ധം ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും പെട്ടെന്നുള്ള നാശം നേരിടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.